കുട്ടികളിലേക്ക് എത്തുന്നുണ്ടോ വിദ്യാഭ്യാസം? നമ്മുടെ സ്കൂളിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? ഏത് സ്കൂളിലേക്ക് ചെന്നാലും രാവിലെ മുതൽ വൈകുന്നേരം വരെ പരിപാടികൾ, 365 ദിവസവും പരിപാടികൾ. പക്ഷേ കുട്ടികളിൽ നോക്കുമ്പോൾ ഈ പറയുന്നത്ര ഗുണങ്ങളൊന്നും കുട്ടികൾ എത്തുന്നില്ല. കുട്ടികൾ ഓരോ വർഷം കഴിയുന്തോറും താഴോട്ട് പോകുന്നു, തെറ്റിപ്പോകുന്നു, പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ അവർ ചെന്ന് പെടുന്നു. അവരുടെ വിദ്യാഭ്യാസപരമായിട്ട് അവർക്ക് ഉയരാൻ സാധിക്കുന്നില്ല. ഒരുപാട് കുഞ്ഞുങ്ങളിൽ ഫ്രസ്ട്രേഷൻ, ഒരുപാട് കുഞ്ഞുങ്ങളിൽ മാനസിക പ്രശ്നങ്ങൾ, ഒരുപാട് കുഞ്ഞുങ്ങളിൽ ഡിപ്രഷൻ. ഈ ഒരു അവസ്ഥയിലേക്ക് കുട്ടികൾ പോവുകയും എന്നാൽ നമ്മളെല്ലാം ചെയ്യുന്നുണ്ടെന്ന് ഇപ്പോൾ സ്കൂളുകളെല്ലാം അവകാശപ്പെടുകയും, അത് പൊതുവിദ്യാഭ്യാസമാണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസമാണെങ്കിൽ എല്ലാവരും അവകാശപ്പെടുകയും ചെയ്യുമ്പോൾ ഇതിനിടയിലുള്ള ഗ്യാപ്പ് എങ്ങനെയൊന്ന് ഫില്ല് ചെയ്യുക? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് കൂടുതലായിട്ട് ആവശ്യം? അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. പലപ്പോഴും ഇന്നത്തെ വിദ്യാഭ്യാസമൊക്കെ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്കൂളിൽ ഞാനിന്ന് ചെന്നപ്പോൾ അവിടെ ഒത്തിരി ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. കുട്ടികളെല്ലാം ബിസിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷേ നമ്മളൊരു മൈക്രോ ലെവലിൽ കുട്ടികളിലേക്ക് നോക്കുമ്പോൾ ഈ നടക്കുന്ന പരിപാടികളുടെയൊക്കെ ഔട്ട്കം എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികളിൽ വലിയ സ്വാധീനങ്ങൾ വരുന്നില്ല. കുട്ടികളുടെ ക്വാളിറ്റി ഓരോ വർഷം കഴിയുന്തോറും കുറഞ്ഞു വരുന്നതായിട്ടാണ് തോന്നുന്നത്. ഞാൻ 15 വർഷം മുമ്പ് പോയ ഒരു സ്കൂളിൽ വീണ്ടും പോയപ്പോൾ ഒരു 15 വർഷത്തിന് ശേഷം ആ സ്കൂളിലെ ബിൽഡിങ്ങുകൾക്കൊക്കെ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വണ്ടികൾ അവിടെയുണ്ട്. വളരെ സ്റ്റൈലിഷാണ് അവിടുത്തെ യൂണിഫോം. ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ടീച്ചേഴ്സൊക്കെ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ കുട്ടികളുടെ ഒരു നിലവാരത്തിലേക്ക് വരുമ്പോൾ നമ്മളൊരു മൈക്രോ ലെവലിൽ അവരെ ഓരോരുത്തരായിട്ട് നോക്കുമ്പോൾ അവരുടെ ഒരു 100 പേരിരിക്കുന്ന ഒരു സ്ഥലത്തെ അവരുടെ ഒരു ക്വാളിറ്റിയിലേക്ക് നോക്കുമ്പോൾ വലിയ നിരാശ തോന്നുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളതല്ലല്ലോ വിദ്യാഭ്യാസത്തിൻ്റെ ഡെവലപ്മെൻറ്റ് കൊണ്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒരുപാട് പണം കൊടുത്തിട്ടാണ് ഇന്ന് വിദ്യാഭ്യാസമൊക്കെ വാങ്ങിക്കുന്നത്. പ്രത്യേകിച്ച് പ്രൈവറ്റ് സ്കൂളുകളൊക്കെ ആണെങ്കിലും ഇനി സർക്കാരിൻ്റെ സ്കൂളുകളാണെങ്കിലും എല്ലായിടത്തും ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നടത്തുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നത് ഒഴിച്ചാൽ കുട്ടികളിലേക്ക് അത് എന്തും വേണ്ടി ക്വാളിറ്റേറ്റീവായിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ സൃഷ്ടിക്കുന്നുണ്ടെന്നുള്ളതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു സ്കൂളുകളൊക്കെ കുറേ കൂടെ ഒരു ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റിലേക്ക് പോകണം. അങ്ങനെ വരുമ്പോഴാണ് ഒരു ക്വാളിറ്റി സൊസൈറ്റി എന്ന് പറയുന്നത് നമുക്ക് സ്വപ്നം കാണാൻ പറ്റുള്ളൂ. കുറേ വലിയ കാര്യങ്ങൾ നടന്നതുകൊണ്ടല്ല, അത് കുട്ടികളിൽ എന്ത് ക്വാളിറ്റേറ്റീവായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് കുട്ടികൾ കുറേ കൂടെ റെസ്പെക്റ്റ് ചെയ്യപ്പെടണം. ഞാൻ ഈ കാണുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മിടുക്കരായ കുറച്ച് കുട്ടികൾ അവരെ വളരെ ഫേവേർഡായിട്ട് നിർത്തുന്നു. അവർക്ക് വലിയൊരു ഒരു ഭയങ്കര അംഗീകാരമൊക്കെ കിട്ടുന്നു. പക്ഷേ മെജോറിറ്റി ഓഫ് കുട്ടികളെയും നമ്മൾ പലപ്പോഴും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. അത് കുട്ടികളിൽ അതിൻ്റെ ഒരു അരാജകത്വം നമുക്ക് കാണാനുണ്ട്. ഒരു ക്ലാസ്സിൽ തന്നെ നമ്മൾ ചെല്ലുമ്പോൾ, നമ്മളൊരു പ്രോഗ്രാമായിട്ടൊക്കെ ചെല്ലുമ്പോൾ ധാരാളം കുട്ടികൾ അലസരാണ്. ആ കുട്ടികളൊക്കെ എന്നോട് അത് കഴിഞ്ഞിട്ട് പറയാറുണ്ട്, കാരണം സാറേ ഭയങ്കര ബോറാണ്, ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും കിട്ടുന്നില്ല, ഞങ്ങളെ ആരും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഇരുന്നത്, പക്ഷെ സാർ അങ്ങനെ അല്ലായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ ഈ വലിയൊരു ആൾക്കൂട്ടത്തിനിടയിൽ കുട്ടികളുടെ ആ ഒരു ശകലം പുറകോട്ട് നിൽക്കുന്ന കുട്ടികളെ, അല്ലെങ്കിൽ ഒരു അല്പം കഴിവ് കുറഞ്ഞ കുട്ടികളെ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യാനോ അവരെ ഒന്ന് ശ്രദ്ധിക്കാനോ അവർക്ക് വേണ്ട അറ്റൻഷൻ കൊടുക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല. അപ്പോൾ കുറച്ച് പേര് മിടുക്കരായിട്ടുള്ള കുറച്ച് പേര് ഫങ്ഷൻ ചെയ്തങ്ങ് പോകുന്നു. അവരുടെ കൂടെ നിന്ന് നമ്മളെല്ലാം പടമെടുക്കുന്നു, കയ്യടി വാങ്ങിക്കുന്നു. ഇതിനപ്പുറത്തേക്ക് എന്നാൽ മെജോറിറ്റി കുട്ടികളും ആ ഒരു സ്പെക്ട്രത്തിലേക്ക് വരുന്നില്ല. നമ്മൾ ആലോചിക്കേണ്ടത് ഒരു സൊസൈറ്റിയിൽ ഒരു ചങ്ങല പോലെയാണ്. ആ ചങ്ങലയിലെ ഏതെങ്കിലും ഒരു കണ്ണി ബലം കുറഞ്ഞാണെങ്കിൽ ആ ചങ്ങലയിൽ അധികമൊന്നും നമുക്ക് തൂക്കിയെടുക്കാനായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസ് പൂർണ്ണമായിട്ട് ഫുൾഫിൽ ചെയ്യാനോ സാധിക്കില്ല. ആ ചങ്ങല പൊട്ടി വീഴും. അപ്പോൾ എല്ലാ കണ്ണികളെയും ഉറപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഒരു നല്ല വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകത. നല്ല വിദ്യാഭ്യാസത്തിൽ എല്ലാ കുട്ടികളും റെസ്പെക്റ്റ് ചെയ്യപ്പെടണം. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരു വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കണം. എല്ലാ കുട്ടികൾക്കും എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളും കഴിവുകളും ഉണ്ടെന്നോ അവരൊക്കെ യുണീക്കാണെന്നോ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ക്ലാസ്സിൽ വളരെ അലസമായിട്ടിരിക്കുന്നതോ അല്ലെങ്കിൽ കുറഞ്ഞിരിക്കുന്നതായ ഒരു കുട്ടിക്ക് പോലും ലോകത്ത് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുമ്പോഴാണ് ഒരു വിദ്യാഭ്യാസം അതിൻ്റെ മഹത്വത്തിലേക്ക് വരുന്നത്. അതിന് ആ ഒരു ക്വാളിറ്റിയുള്ള അധ്യാപകർ നമുക്ക് ആവശ്യമാണ്. എത്ര അധ്യാപകർ റെസ്പെക്റ്റ് കിട്ടി വളർന്നവരാണ്, എത്ര അധ്യാപകർ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉള്ളവരാണ്. അവർക്കല്ലേ കുട്ടികൾക്ക് റെസ്പെക്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. രണ്ടാമത് എമ്പതിയാണ്. ഒരു കുഞ്ഞിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യങ്ങളെ കാണുക. ഒരു തെറ്റ് വന്നാൽ തന്നെ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, അല്ലെ എന്താണ് അതിൻ്റെ പുറകിലുള്ളൊരു കാരണം. പലപ്പോഴും ഒരു കുട്ടിയുടെ
ബാക്ക്ഗ്രൗണ്ടിനെക്കുറിച്ചോ ആ കുട്ടിയുടെ ചുറ്റുപാടിനെക്കുറിച്ചോ ആ കുട്ടി വരുന്ന വീടിനെക്കുറിച്ചോ കുട്ടിയുടെ സാഹചര്യങ്ങളെക്കുറിച്ചോ പലപ്പോഴും നമുക്കൊരു ഐഡിയ ഇല്ല, നമ്മളത് അന്വേഷിക്കാൻ ശ്രമിക്കുന്നുമില്ല. ഇത് വലിയ അപകടകരമായ ഒരു വിദ്യാഭ്യാസമാണ്. ഒരു കുട്ടിയെ മനസ്സിലാക്കണമെങ്കിൽ ആ കുട്ടിയുടെ ചുറ്റുപാടുകൾ മനസ്സിലാക്കണം. ഞാൻ എപ്പോഴും പറയും, കുട്ടികളുടെ മാതാപിതാക്കളെ കൂടി എഡ്യൂക്കേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ, ആ കുടുംബത്തെ കൂടി എഡ്യൂക്കേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ശരിക്കും ഒരു വിദ്യാഭ്യാസം പൂർണ്ണതയിൽ എത്തുള്ളൂ. വിദ്യാഭ്യാസം ഒരു ക്ലാസ്സിൽ നിന്ന്, ഒരു കുട്ടിയിൽ നിന്ന് അതിൻ്റെ കുടുംബത്തിലേക്കും അതിൻ്റെ സമൂഹത്തിലേക്കും ഒക്കെ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാതാപിതാക്കൾ ആരാണെന്ന് അറിയുകയും അവർക്ക് പോരായ്മകളുണ്ടെങ്കിൽ അവരെയും കൂടെ റിഫോം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കുട്ടികൾ ഇന്ന് ഒരു സ്കൂളിൽ ഞാൻ കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ അവരെല്ലാം അവരുടെ പേരൻസിൽ വലിയ നിരാശരാണ്, പ്രത്യേകിച്ച് കുറഞ്ഞു നിൽക്കുന്ന കുട്ടികൾ. കാരണം അവരുടെ പേരൻസ് അവരെ മനസ്സിലാക്കുന്നില്ല, അവരെ എപ്പോഴും ചീത്ത വിളിക്കുന്നു, അവരെ എപ്പോഴും അവരെക്കുറിച്ച് പരാതിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം കുട്ടികളുടെ ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. അത്തരം കുട്ടികളെ മനസ്സിലാക്കാനുള്ള ഒരു എമ്പതി നമ്മുടെ അധ്യാപകർ കാണിക്കണം. അധ്യാപകർക്കെങ്കിലും ആ ഒരു കാര്യത്തിലൊക്കെ അവരെ സഹായിക്കാനായിട്ട് സാധിക്കും. അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് ഒരു വലിയ കാര്യമാണ്. നോയിങ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. പക്ഷേ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി ഉയരത്തിൽ നിൽക്കുന്നൊരു കാര്യമാണ്. ഒരു കുട്ടിയെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുക. പലപ്പോഴും കുട്ടികളുടെ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് പലരും മനസ്സിലാക്കുന്നില്ല, കുട്ടികളുടെ പേഴ്സണൽ നീഡ്സ് നമ്മളൊക്കെ മനസ്സിലാക്കുക. പക്ഷേ കുട്ടികളുടെ വൈകാരികമായ ആവശ്യങ്ങളൊക്കെ മനസ്സിലാകാതെ, വൈകാരികമായിട്ട് അവരെ ഒന്ന് കണക്ട് ചെയ്യാതെ ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കുക? അവർ നമ്മളുമായിട്ട് ഒരു റാപ്പോ ബിൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്നലെ ഒരു അമ്മ തന്നെ എന്നോട് പറഞ്ഞതാണ്, ഞാൻ എന്ത് പറഞ്ഞാലും അവൻ അനുസരിക്കത്തില്ല, എന്ത് പറഞ്ഞാലും അവൻ കേൾക്കില്ല, എന്ത് പറഞ്ഞാലും അതിൻ്റെ എതിരാണ് അവൻ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഇമോഷണൽ കണക്ഷൻ്റെ പ്രശ്നമുണ്ട്. ഇത് തന്നെ ക്ലാസ്സിലും ഉണ്ട്. നമ്മൾ കുട്ടികളെ റെസ്പെക്റ്റ് ചെയ്യും, നമ്മൾ കുട്ടികളെ എമ്പതൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് കുട്ടികളും നമ്മളും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്പ് ആകുന്നത്. എവിടെയാണ് നമുക്ക് രണ്ടു പേർ കൂടെ ഒന്ന് ഒന്നിക്കാൻ പറ്റുന്നത്? എവിടെയാണ് നമുക്ക് രണ്ടു പേർ കൂടെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒരു നോട്ടത്തിൽ പോലും കുട്ടി നമ്മളെ ശ്രദ്ധിക്കും. കാരണം കുട്ടിക്ക് മനസ്സിലായി ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടന്നു കഴിഞ്ഞു. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും വാദോരാതെ സംസാരിക്കുന്ന ഒന്നുമല്ല. ചിലപ്പോഴൊരു നോട്ടമോ ഒരു ചെറിയ ആംഗ്യ ഭാഷ പോലും ഒരു കുട്ടിക്ക് മനസ്സിലാവും. അത് ആ പെർഫെക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് വരുമ്പോഴാണ് സംഭവിക്കുന്നത്. പക്ഷേ അതിനൊരു വലിയ പേഷ്യൻസ് നമുക്ക് ആവശ്യമാണ്, ആ ഒരു ക്ഷമ നമുക്ക് ആവശ്യമാണ്. അവസാനത്തെ കുട്ടിയെ വരെ നേടിയെടുക്കണമെന്നുള്ളൊരു ആഗ്രഹം വേണം. സ്കൂളുകളിലൊക്കെ അതിനുള്ള സാവകാശം അധ്യാപകർക്ക് കൊടുക്കണം. പല സ്കൂളുകളിലും ടീച്ചേഴ്സൊക്കെ ഓവർലോഡഡാണ്. ഒരുപാട് പ്രോഗ്രാമുകളും ഒരുപാട് പരിപാടികളും ഒക്കെ ടീച്ചേഴ്സിൻ്റെ തലയിൽ വെച്ച് കെട്ടി കണ്ടമാനം പ്രഷേർഡായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ സത്യം പറഞ്ഞാൽ ആർക്കും ഒന്നിനും സാവകാശമില്ല. ഒരുപാട് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കപ്പെടുന്നില്ല, ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് അധ്യാപകരുടെ ഒന്നും ക്ഷമ കിട്ടുന്നില്ല. ആ സിസ്റ്റം തന്നെ വളരെ ഇമ്പേഷ്യൻ്റായിട്ട് നിൽക്കുമ്പോൾ കുട്ടികൾക്ക് വലിയ അസ്വസ്ഥതകൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. അതിനെല്ലാം അവസാനം നമ്മളെല്ലാത്തിനും കുട്ടികളെയാണ് കുറ്റം പറയുന്നത്. പക്ഷേ കുട്ടികൾക്ക് കുറച്ചുകൂടെ സാവകാശമുള്ള, സന്തോഷമുള്ള, കുറച്ചുകൂടെ ക്ഷമയുള്ള, കുറച്ചുകൂടെ മനസ്സിലാക്കപ്പെടുന്ന ഒരു അന്തരീക്ഷം കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ലോകം മുഴുവൻ ഇങ്ങനെ സമയമില്ലാതെ ഓടുകയാണ്. പേരൻസിന് സമയമില്ല, ഗ്രാൻഡ് പേരൻസിന് സമയമില്ല, ആർക്കും സമയമില്ല, സ്കൂള് സമയമില്ലാതെ കിടന്ന് ഓടിയാൽ കുറേ പരീക്ഷകളെല്ലാം കൊണ്ടിങ്ങനെ കൊണ്ട് നിറച്ച്, കുറേ സിലബസ് എല്ലാം കൊണ്ട് നിറച്ച് ടീച്ചേഴ്സിന് ഈ കുട്ടികളോട് ഒന്ന് ഇടപെടാനുള്ളൊരു സ്പേസ്, ഈ സിലബസൊക്കെ ഒന്ന് പരിമിതപ്പെടുത്തണം. നമുക്ക് ആവശ്യമുള്ളത് എന്താണ്, ആവശ്യമില്ലാത്തത്. ഇന്ന് തന്നെ ഒരു വാർത്ത കണ്ടു, 1ാം ക്ലാസ്സിലെ പാഠപുസ്തകം കുട്ടികൾക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ്. 1ാം ക്ലാസ്സിൽ പോലും ഓവർലോഡഡായിട്ടുള്ളൊരു പാഠപുസ്തകമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകമൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് വളരെ ഇൻസെൻസിറ്റീവ് ആണെന്നതിൻ്റെ അർത്ഥം അവിടെയല്ലേ? അപ്പം കുട്ടികളെപ്പറ്റി സെൻസിറ്റൈസ് ചെയ്യപ്പെടാത്ത മനസ്സുള്ളവരാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ വലിയ അപകടമാണ്. എനിക്ക് തോന്നുന്നത് നല്ല മാതാപിതാക്കൾ ഈ പുസ്തകം എഴുതിയാൽ പോലും ഇതിനേക്കാളും മെച്ചപ്പെട്ട പുസ്തകം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ സബ്ജക്റ്റ് നോളജ് ഒരു വലിയ വിഷയമാണ്. പല കുട്ടികൾക്കും നമ്മൾ പഠിപ്പിക്കുന്നത് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ ചെന്നപ്പോൾ അവിടുത്തെ കുട്ടികളെല്ലാം തന്നെ ട്യൂഷന് പോവാണ്. ഒരു പൊതുവിദ്യാലയമാണ്, അതിൻ്റെ എതിർവശത്ത് തന്നെ ഒരു ട്യൂഷൻ സെൻ്റർ, എല്ലാ കുട്ടികളും അങ്ങ് ട്യൂഷന് പോവാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ സീനിയർ കുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടും ഒക്കെ ചോദിച്ചു, ട്യൂഷൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ട്യൂഷൻ ഇല്ലെങ്കിൽ ഇവർ തോറ്റു പോകും സാർ, കാരണം സ്കൂളിൽ പഠിപ്പിക്കുന്നതൊന്നും മനസ്സിലാകുന്നില്ല. സ്കൂളിൽ ഏറ്റവും കൂടുതൽ പരിശീലനം സിദ്ധിച്ച അധ്യാപകരാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത്, അവർ പഠിപ്പിക്കുന്നതും മനസ്സിലാകുന്നില്ല. അപ്പോൾ എന്താണ് പ്രശ്നം? ഐൻസ്റ്റീൻ തന്നെ ഇത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റ് വളരെ ലളിതമായി ഒരു സാധാരണക്കാരന് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എഡ്യൂക്കേറ്റഡ് അല്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ കണക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു കണക്ക് ടീച്ചറല്ല. ചിലർ പർപ്പസ്ഫുള്ളി തന്നെ അത് കോംപ്ലിക്കേറ്റഡ് ആക്കും, കാരണം ട്യൂഷൻ കിട്ടാൻ വേണ്ടി. ട്യൂഷനും കൂടെ നടത്തുന്ന ഒരുപാട് അധ്യാപകരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അല്ലെ, അങ്ങനെയുള്ള ട്യൂഷൻ സെൻറ്ററുകളിലേക്ക് ആൾക്കാരെ വിടാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ അത് ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെ വലിയ പാപമാണ്, കൊടിയ ദാരിദ്ര്യമാണ് ഇതൊക്കെ.
നമ്മുടെ കുഞ്ഞുങ്ങളെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കുറേ കൂടെ താഴോട്ട് ഇറങ്ങി വന്ന് അവർക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുകയും അവരെ ഒന്ന് ആ സബ്ജക്റ്റിൽ ഒരു ഇഷ്ടമുള്ളവരാക്കി തീർക്കുകയും ഒക്കെ ചെയ്യാനുള്ള വലിയ ഉത്തരവാദിത്വം എല്ലാ അധ്യാപകർക്കുണ്ട്. സബ്ജക്റ്റിൻ്റെ നോളജ് എന്ന് പറയുന്നത് അവിടെയാണ് നിൽക്കുന്നത്, അതിൻ്റെ ഒരു ഓതൻറ്റിസിറ്റി എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ടീച്ചിങ് സ്കില്ല് വേണം. അധ്യാപനത്തിനൊരു കഴിവുണ്ട്, ആ കഴിവ് വേണം. കഴിവില്ലാതെ നമുക്ക് കുറേ നോളജ് ഉള്ളതുകൊണ്ട് മാത്രം പഠിപ്പിക്കാൻ പറ്റില്ല. ടീച്ചിങ്ങിനൊരു സ്കില്ലുണ്ട്. ടീച്ചിങ് എന്ന് പറയുന്ന ഒരു കുട്ടിയുമായിട്ട് കണക്ട് ചെയ്യപ്പെടണം. നമ്മൾ പറയുന്നതും അവൻ്റെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങും കറക്റ്റായിരിക്കണം. ഒരുപക്ഷെ ചില കുട്ടികളൊക്കെ അവരുടെ ലെവലിൽ നിന്നൊന്ന് ഉയർത്തി കൊണ്ടുവന്നാലേ പഠിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. ചിലർക്ക് അത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് വളരെ കുറച്ചേ ഉള്ളൂ. ആ ടീച്ചിങ് സ്കില്ലുള്ള ആൾക്കാരുടെ എണ്ണമൊക്കെ കുറഞ്ഞു വരുന്നു. ടീച്ചിങ് സ്കില്ല് ഒരാളിൽ നന്നായിട്ടുണ്ടാവണമെങ്കിൽ മനുഷ്യനുമായിട്ട് ഇടപെടാനുള്ള നല്ല ഒരു ഹ്യൂമൻ സ്കില്ലൊക്കെ ഉള്ളവരിലെ നമുക്കൊരു ടീച്ചിങ് സ്കില്ല് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സോഷ്യൽ സ്കില്ലും ടീച്ചിങ് സ്കില്ലും ഒക്കെ ഇന്നത്തെ തലമുറയിൽ കുറഞ്ഞു വരുന്നതിൻ്റെ കാരണം അധ്യാപകരാകുന്ന പലർക്കും ആ ക്വാളിറ്റീസൊന്നും ഇല്ലാതെയാണ് അവർ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. നിരന്തരമായ പരിശീലനങ്ങൾ ആവശ്യമാണ്. മാതാപിതാക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർ ശരിയായ രീതിയിൽ പരിശീലിക്കപ്പെടുന്നുണ്ടോ? സബ്ജക്റ്റിൽ മാത്രം പരിശീലനം കിട്ടിയാൽ പോരാ. അവർക്ക് ലൈഫ് സ്കിൽസ് ഉണ്ടോ? അവർക്ക് സോഫ്റ്റ് സ്കിൽസ് ഉണ്ടോ? അവർക്കൊരു സൈക്കോളജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടോ? ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടോ? ഒരു റെസ്പെക്റ്റ് ഉണ്ടോ? കൾച്ചറുണ്ടോ? വാല്യൂസ് ഉണ്ടോ? ഇതൊക്കെ നമ്മൾ അന്വേഷിക്കണം. കുറേ സ്കൂള് വലിയൊരു ബിൽഡിംഗ് അല്ല സ്കൂള്, കുറേ ബസ്സല്ല സ്കൂള്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പറയുന്ന ക്വാളിറ്റീസൊക്കെ ഉള്ള അധ്യാപകർ അവിടെ ഫ്രണ്ട് ലൈനിലുണ്ടെങ്കിലേ നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതമാവുകയുള്ളൂ. അത് മാതാപിതാക്കളുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. പേരൻസിനൊക്കെ ട്രെയിനിങ് ആവശ്യമാണ്. അതുപോലെ തന്നെ അധ്യാപകർക്ക് നിരന്തരമായ റിഫ്രഷർ കോഴ്സുകളൊക്കെ അവിടെ നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. PTA എന്നൊക്കെ പറയുന്നവരുടെ ജോലി അധ്യാപകരെ എക്വിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അധ്യാപകർക്ക് ആ സെൻസിറ്റിവിറ്റി ഇല്ലെങ്കിൽ, ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും ഇല്ലെങ്കിൽ കുട്ടികളുടെ കാര്യം വലിയ അപകടമാകും. പ്രത്യേകിച്ച് പ്രൈമറി സ്കൂളിലെ ടീച്ചേഴ്സ് വളരെ ഹാപ്പി ആയിരിക്കണം. അപ്പോൾ ആ ഹാപ്പിനെസ് എങ്ങനെയാണ്? അവർക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട പരിശീലനങ്ങളൊക്കെ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബിഗ് പിക്ചർ വ്യൂ ഉണ്ടായിരിക്കണം അധ്യാപകർക്ക്. എവിടേക്കാണ് ഞാൻ ഈ കുട്ടികളെ നയിക്കുന്നത്? ഇവരൊരു 10 കൊല്ലം കഴിയുമ്പോൾ സമൂഹത്തിൽ എങ്ങനെ നിൽക്കണം? ഇതിനൊക്കെ ഒരു കാഴ്ചപ്പാടുള്ള, ഇത്തരത്തിലുള്ളൊരു ദർശനമുള്ള ആൾക്കാരായിരിക്കണം അധ്യാപനത്തിൽ നിൽക്കേണ്ടത്. ഒരു സ്കൂള് അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാടുള്ള സ്കൂളല്ലെങ്കിൽ എവിടേക്കാണ് നമ്മൾ പോകുന്നത്? അത്തരം സ്കൂളുകളെയാണ് നമുക്ക് ആവശ്യം. അതിനനുസരിച്ച് ആ സ്കൂളുകൾ അധ്യാപകരെ ഒരുക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അധ്യാപകരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അധ്യാപകർക്ക് അതിനുവേണ്ട സാവകാശങ്ങൾ കൊടുക്കണം, അതിനുവേണ്ട ഒരു ക്രിയേറ്റീവ് സ്പേസ് കൊടുക്കണം, ഒരു പേഴ്സണൽ ഫ്രീഡം കൊടുക്കണം. പല സ്കൂളിലും അധ്യാപകർക്കൊരു ഫേസ് പോലും ഇല്ല. അവിടെ ഒരു പ്രിൻസിപ്പലും അതിൻ്റെ താഴെ കുറേ മുഖം മൂടിയ മനുഷ്യരുമാണ്. കാരണം അവർക്കൊരു ഐഡൻറ്റിറ്റി പോലും കൊടുക്കുന്നില്ല. അവരെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യും. പിന്നെ ഒരു ഡെലിഗേഷൻ ഇല്ല. ഞാൻ ഒരു സ്കൂളിൽ ചെന്നപ്പോൾ അവിടെ ഒരു ഡെലിഗേഷനും ഇല്ല. എല്ലാം പ്രിൻസിപ്പൽ തന്നെ ഓടി നടന്നങ്ങ് ചെയ്യുകയാണ്. പല സ്കൂളുകളിലും പ്രിൻസിപ്പൽമാരായിട്ട് ഇരിക്കുന്ന ആൾക്കാരൊക്കെ വളരെ ഔട്ട്ഡേറ്റഡ് ആണ്, ഒരുപാട് ഓൾഡാണ്. അവരുടെ ഒരു പഴയ സ്കൂളിങ്ങാണ് അവരുടെ ഉള്ളിലിരിക്കുന്നത്. കുറച്ചുകൂടെ മോഡേൺ ആവേണ്ടതായിട്ടുണ്ട്. ഈ കാലഘട്ടത്തിനനുസരിച്ചൊക്കെ ഡെലിഗേറ്റൊക്കെ ചെയ്ത് ആ ജോലികളൊക്കെ പലരെ ഏൽപ്പിച്ച് ആ താഴത്തെ സെക്കൻഡ് ലൈനിലുള്ള ആൾക്കാരുടെയൊക്കെ ലീഡർഷിപ്പ് ഒന്ന് വളർത്തിയെടുത്ത്, സെക്കൻഡ് ലൈനിലുള്ളവരെ പേടിയാണ് മേളിലിരിക്കുന്നവർക്ക്, അവരെ ഒന്നും ഏൽപ്പിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ നടക്കുന്നത്? ഇതെല്ലാം കറക്റ്റായിട്ട് പോകുന്ന സ്ഥലങ്ങളുണ്ട്. ഞാനിതൊക്കെ പറയുമ്പോൾ ഇതെല്ലാവരെയും ഉദ്ദേശിച്ചിട്ടല്ല, പക്ഷേ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും കുട്ടികൾക്കൊന്നും കിട്ടുന്നില്ല. ഞാൻ പല സ്ഥലങ്ങളിലും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മുടെ കുട്ടികളിലേക്ക് പറയുന്ന അത്രയും കാര്യങ്ങളൊന്നും കുട്ടികളിലേക്ക് വരുന്നില്ല. കുട്ടികൾക്ക് ശരിയായ നോളജില്ല, കുട്ടികൾക്ക് ശരിയായ ഒരു കൾച്ചറില്ല, കുട്ടികൾക്ക് ശരിയായ ഒരു ആറ്റിറ്റ്യൂഡില്ല. അവരിലൊക്കെ ഒരുപാട് പേഴ്സണൽ നീഡ്സ് അൺമെറ്റായിട്ട് കിടക്കുന്നുണ്ട്, ഒരുപാട് ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സ്കൂള് ശ്രമിക്കുക, വീട് ശ്രമിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാതാപിതാക്കളിലും ഉണ്ടാക്കാവുന്ന ക്വാളിറ്റീസാണ്. എല്ലാവരും പരിശ്രമിക്കുമ്പോൾ കുട്ടികളിൽ കുറേ കൂടി ഒരു ഓർഗാനിക് നേച്ചർ, അല്ലെങ്കിൽ ഒരു ജീവനുള്ള അവസ്ഥയുണ്ടാകുകയും അവർ നമ്മുടെ സമൂഹത്തിന് നാളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് നാളെ ഏൽപ്പിക്കാൻ പറ്റുന്ന മനുഷ്യരായിട്ട് അവർ മാറുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ ശ്രമിക്കുക. പ്രത്യേകിച്ച് അധ്യാപകരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മോഡേൺ അധ്യാപകർ പഴയ ക്ലാസിക്കൽ അധ്യാപകരിൽ നിന്നൊക്കെ ഒത്തിരി മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുറേ മെഷീൻസും കുറേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ വന്നിട്ട് വിദ്യാഭ്യാസം നന്നാക്കുമെന്നൊന്നും വിചാരിച്ചാൽ ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല. ഇവിടെ മനുഷ്യരായ അധ്യാപകർ തന്നെയായിരിക്കണം കൊച്ചുകുട്ടികളെ കൈകാര്യം ചെയ്യുന്നത്. അവരിൽ മനുഷ്യപരമായ ക്വാളിറ്റീസ് ഉയർന്നു നിന്നാലേ ആ ഒരു രൂപാന്തരം നമുക്ക് സൃഷ്ടിച്ചെടുക്കാനും സാധിക്കുള്ളൂ. എല്ലാവർക്കും സന്തോഷം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്. പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.